അപ്പോൾ നമ്മുടെ ഗൂഡല്ലൂരത്തെ പണി കഴിഞ്ഞില്ലെന്ന് കുറേ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അടിഭാഗമൊക്കെ നമ്മുടെ പ്ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മുകളിൽ കുറച്ച് പണികൾ കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. പണികൾ താഴ്ത്തുണ്ട് എങ്കിലും ഇപ്പം നമ്മുടെ അത്യാവശ്യം ഫ്രണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒതുങ്ങി തുടങ്ങി. ഇനിയിപ്പം മുകളിലാണ് മെയിൻ വർക്കുകൾ വരുന്നത്. താഴെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ പ്ലാസ്റ്റിങ് ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ തന്നെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ, തേക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം മുകളിൽ ഇതേ വിധത്തിലാണ് വർക്ക് വരുന്നത്. ജനലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് തരണം കേട്ടോ. അത്യാവശ്യം മുകളിലുള്ള വർക്കുകളാണ് ഇനി നമുക്ക് വന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഷിജു ആണ് ഇത്, അമലേട്ടനും. കഴിഞ്ഞ ദിവസം എടുത്ത ഒരു വീഡിയോസാണ്. ഇതൊരു സൈഡാണ് കേട്ടോ, പള്ളിയുടെ ഒരു സൈഡ് വർക്ക് വന്നതാണ്. അപ്പോൾ അതിൽ ഒരു ഭിത്തിയും കൂടി മാത്രം തേക്കാനുള്ളൂ, ബാക്കി അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പള്ളിയുടെ ഉൾഭാഗമാണ്. അപ്പോൾ ഉൾഭാഗത്തെ പ്ലാസ്റ്ററിങ്ങും ഏകദേശമൊക്കെ അവസാനിച്ച്. ഇത് പുതിയ ഒരു പള്ളിയല്ല, പഴയ ഒരു പള്ളി മെയിൻ്റനൻസ് മൊത്തം ചെയ്ത് ഫ്രണ്ട് ഭാഗമൊക്കെ പുതിയതാക്കണുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ട് സൈഡിലെ ഉള്ളു ഭിത്തി തേക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും ഇനിയുണ്ട്. ഫ്രണ്ട് കട്ട്ള വെച്ച വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നിരിക്കുമ്പോൾ ഇത് പള്ളിയുടെ വേറൊരു സൈഡാണ് കേട്ടോ. സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ള വേറൊരു സൈഡാണ്. അതിൻ്റെ വർക്കുകളൊക്കെ നമ്മുടേതായ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ്